ഹായ് ഗായ്സ്, നമ്മൾ കുറേ നാളായി ഈ യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരു 2 കൊല്ലത്തിനടുത്തായി ഏകദേശം യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇപ്പോഴാണൊന്ന് പുതിയ വീഡിയോ ഇടാന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ കണ്ടന്റ് ഒന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഡൊമിനാർ എടുത്തു. അപ്പോൾ ഡൊമിനാറിൻ്റെ ഒരു ഓണർഷിപ്പ് വീഡിയോ പോലെ ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്. ഇപ്പോൾ കുറേ പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, ഡൊമിനാർ ഇപ്പം എടുത്ത പണി കിട്ടുമോ, BS4 വണ്ടിയാണ് എൻ്റെ. BS4 എടുത്ത സീന് വല്ലതും ഉണ്ടോ, മെയിൻ്റെനൻസ് എങ്ങനെയാ, മൈലേജ് എങ്ങനെയാ, അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ പേര് പറഞ്ഞു ഓണർഷിപ്പ് വീഡിയോ ഇടും ബ്രോ. അപ്പോൾ അതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ. വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും കൂടി തട്ടിയെടുക്കണം. അപ്പോൾ എല്ലാത്തിനും വീണ്ടും ഒരു തുടക്കമായി ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നല്ല മഴയാണ് ഗൈസ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷെ വേറെ വഴിയില്ല തോന്നുന്നു. ഇതാണ് നമ്മുടെ വണ്ടി. BS4 2018 മോഡലാണ് ഗൈസ്. അപ്പോൾ ഈ BS4 ഡൊമിനാറിന്റെ മാർക്കറ്റ് വരുന്നത് ഒരു 1.10 അതിന്റെ താഴേക്കാണ് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമുക്ക് 1.10 ആ റേഞ്ചിനൊക്കെ കിട്ടും. ഇതിപ്പോ എനിക്ക് 1ന്റെ താഴെയാണ് ഈ വണ്ടി കിട്ടിയത്. അതിന്റെ ഫ്രണ്ടിന്റെ ആയതുകൊണ്ട് മാത്രമാണ് ആ റേറ്റിന് കിട്ടിയത്. പിന്നെ എനിക്കിതിലിപ്പോ സെക്കൻഡ് ഹാൻഡ് എടുത്തിട്ട് എനിക്ക് വേറെ പണി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാനിപ്പോൾ ചെയ്തിരിക്കണത് ആകെ ആക്സിലേറ്റർ കേബിൾ മാറ്റി, ക്ലച്ച് കേബിൾ മാറ്റി, പിന്നെ എൻജിൻ ഓയിൽ അതപ്പം തന്നെ മാറ്റി, പിന്നെ കൂളൻ്റ് ടോപ്പപ്പ് ചെയ്തു. പിന്നെ ചെയ്തത് ബാക്കിലത്തെ ടയറും ഫ്രണ്ട് ടയറും ഞാൻ ട്രാക്ക് ടയർ ഇട്ടിട്ടുണ്ട്. ഞാൻ ട്രാക്ക് ടയറിൻ്റെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാക്ക് ടയർ ഞാൻ ഇട്ടു. പിന്നെ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പോക്കറ്റിൻ്റെ ഡാമ്പർ റബ്ബർ ഉണ്ടാവുമല്ലോ, ഡാമ്പർ റബ്ബർ ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മാറ്റി വിട്ടു. വേറെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തു. വേറെ കാര്യമായിട്ട് ഞാൻ ഇപ്പോൾ അതിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബാറിൻ്റെ മിറർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ ഞാൻ എടുത്തപ്പോൾ. അപ്പോൾ ബാറിൻ്റെ മിറേഴ്സ്, പിന്നെ ഈ വൈസർ, ഇത് ഡൊമിനാറിൻ്റെ ഷോർട്ട് വൈസറാണ്, ബാൻഡ് ഡോസിലൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കാര്യമായിട്ട് ചെയ്തിരിക്കണേ. വേറെ പണി പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ വന്നിട്ടില്ല. പിന്നെ ആകെയുള്ളൊരു ഇഷ്യൂ ഇതിൻ്റെ മൈലേജാണ് എല്ലാവരും പറയണത്. മൈലേജ് എനിക്കിപ്പോൾ ലോക്കൽ യൂസിൽ ഏകദേശം ഒരു 25ന്റെ താഴെയാണ് എനിക്ക് ലോക്കൽ യൂസിൽ കിട്ടുന്നത്, സിറ്റി യൂസിലൊക്കെ. ഇപ്പോൾ ഹൈവേൻ്റെ പുറത്ത് പോവുകയാണെങ്കിൽ, ഹൈവേയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 27 വരെയൊക്കെ കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. എന്തായാലും നിങ്ങൾ മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്ക് മൈലേജ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പെക്കൊന്നും പറഞ്ഞിപ്പോൾ ബോറടിപ്പിക്കുന്നില്ല. ഇതിലിപ്പോൾ ഞാൻ പിന്നെ എക്സോസ്റ്റ് ഊരി വെച്ചിട്ടുണ്ട്. വണ്ടീൻ്റെ എക്സോസ്റ്റ് ഇവിടേക്ക് ഒരു എക്സോസ്റ്റ് വരും. BS6 നമുക്ക് ഈ അടിയത്തെ ഈ മഫ്ലർ ബോക്സ് വരുന്നില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് അവർ ഒഴിവാക്കി. അപ്പോൾ ഇതിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സൗണ്ടായിരുന്നു ഈ എക്സോസ്റ്റ് വെക്കുമ്പോൾ. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ എക്സോസ്റ്റ് അങ്ങോട്ട് ഊരി വെച്ചപ്പോൾ നമ്മുടെ BS6ൻ്റെ ആ ഒരു പഞ്ചിങ് ഉള്ള ഒരു ബാസ് ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി അത്യാവശ്യം റണ്ണായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബാസാണ്. നമുക്ക് തന്നെ തോന്നുന്നു എക്സോസ്റ്റ് മാറ്റിയ വണ്ടി പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് ഊരി വെച്ചിട്ട് ഓടിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ കുറേ പേര് ചോദിച്ചു ഇത് ഊരി വെച്ചിട്ട് ഓടിക്കുമ്പോൾ മൈലേജ് വല്ല സീനുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റായിട്ടുള്ള ഡിഫറൻസ് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല മൈലേജ് അങ്ങനെ. അപ്പോൾ ഒരു മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യണം. അത് നിങ്ങൾ പറയണതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് കരിയർ, ഡൊമിനാറിൻ്റെ തന്നെ BS6 ടൂറിങ് എഡീഷൻ്റെ കരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ബാക്കിൽ ലഗേജ് കെട്ടി വെക്കാനും, പിന്നെ ഈ വണ്ടി അത്യാവശ്യം പവറുള്ള വണ്ടി ആയതുകൊണ്ട് ബാക്ക് സീറ്റിൽ പിടിക്കാണ്ട് ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിലോട്ട് തെറിച്ചു പോകും. അപ്പോൾ ഈ ബാക്ക് റെസ്റ്റ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് സപ്പോർട്ടീവ് ആയിരിക്കും. പിന്നെ വേറെ ഇപ്പോൾ ഇതിപ്പോൾ ടാങ്ക് പാഡ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു പേജുകാരെ അയച്ചു തന്നാണ്. സൈഗ ഓട്ടോ പാർട്സ് പറഞ്ഞ പേജുകാരെ അയച്ചു തന്നായിരുന്നു. ഇത് കുഴപ്പമില്ല. ഇതിപ്പോൾ വിൽക്കണോണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വരുമ്പോൾ ഇവിടെ ടാങ്കിൽ സ്ക്രാച്ച് ആവണതൊക്കെ ഒഴിവാക്കാം.
പിന്നെ കുട്ടികളിനൊക്കെ ഇരുത്തുമ്പോൾ കുട്ടികൾ ടാങ്കിൽ സ്ക്രാച്ച് ആക്കണതൊക്കെ ഒഴിവാക്കാം. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇത്. വേറെ ഇപ്പോൾ ഈ ഫോഗ് ലാമ്പ് വേണം കേട്ടോ. നമ്മളിപ്പോൾ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള അവിടെ പോവുകയാണെങ്കിൽ ഈ ഫോഗ് ലാമ്പ് എന്തായാലും വേണം. അടിപൊളിയാണ് ഈ ഫോഗ് ലാമ്പ് ഉണ്ടെങ്കിൽ. ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് അത്യാവശ്യം വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഈ നനഞ്ഞ് കിടക്കുന്ന റോഡിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് അത്ര പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. ഭയങ്കര ബ്ലാക്ക് ആയിട്ടുള്ള പുതിയ റോഡുകളൊക്കെ ഉണ്ടാവില്ലേ, ടാറിട്ട റോഡുകൾ, അങ്ങനത്തെ റോഡിലൊന്നും അത്ര വിസിബിലിറ്റി ഇല്ല. അപ്പോൾ ഈ യെല്ലോ ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും. അങ്ങനെ ഒരു യൂസിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണിത്. ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ഒരു 6-7 മാസത്തോളമായി. എനിക്ക് ഇതുവരെ കാര്യമായിട്ടുള്ള പണി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ടി എടുക്കാറുണ്ട്. എനിക്ക് പെട്രോളിൻ്റെ ഒരു സീന് മാത്രം ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പ് AS200 ആയിരുന്നു. അപ്പോൾ AS200 എനിക്ക് 40 സംതിങ് മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇതെടുത്തപ്പോൾ എനിക്ക് നല്ലൊരു മൈലേജ് ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള പവർ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ BS6 വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ടോർക്ക് കൂടുതലാണ്. BS6 ടോപ്പിൻ്റെ കൂടുതലാണ്, പക്ഷെ ഇതിന് അത്യാവശ്യം ടോർക്ക് ഉണ്ട്. വണ്ടി പെട്ടെന്ന് കയറിപ്പോവും. BS6ന് 40 bhp ആണ്, ഇതിന് 35 bhp ഉള്ളൂ. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല. രണ്ട് വണ്ടി ഓടിക്കുമ്പോഴും ആ ഒരു ഫീൽ ചെയ്യില്ല. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ടോപ്പ് എൻഡ് വരുന്നത് 163 വരെയാണ് എൻ്റെ കയ്യിൽ കയറണേ. 163ൽ 6th ഗിയറിൽ കട്ട് ഓഫ് വരുന്നുണ്ട്. അപ്പോൾ ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റേ വണ്ടി ഓടിക്കുന്ന വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ ഒരു വഴിയില്ല. അപ്പോൾ ഞാൻ എല്ലാം ഫോണിലാണ് ചെയ്യണത്. അപ്പം അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും. നമുക്ക് ഭാവിയിൽ എടുക്കാം. നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനലൊന്ന് സെറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഗോപ്രോ എന്തായാലും എടുക്കണം. പിന്നെ ടൂറിങ് വീഡിയോസ് കാര്യങ്ങൾ എല്ലാം ചെയ്യാം നമുക്ക്. വണ്ടീൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വണ്ടീൻ്റെ സൗണ്ട് വരുന്നത്. ഇതിപ്പോൾ മൈക്കിൽ ഫോണിൽ എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നേരിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ബാസി ആയിട്ടുള്ളൊരു സൗണ്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തുള്ളൂ, കോൾഡ് സ്റ്റാർട്ടാണ്. പക്ഷേ നമ്മളൊന്ന് ഒരു 10-20 കിലോമീറ്ററൊക്കെ ഓടി വണ്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നല്ല ഭയങ്കര പഞ്ചിങ് ആയിട്ടുള്ളൊരു ബാസായിട്ടുള്ള സൗണ്ടാണ് വരിക. അപ്പോൾ മൊത്തത്തിലൊരു മുഴക്കം നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ ഒരു വിസിലിംഗ് ഉണ്ട് സൗണ്ട്. ഡൊമിക്കൊരു വിസിലിംഗ് സൗണ്ട് ഉണ്ടല്ലോ. BS4ന് കുറവാണ്, BS6ന് അത്യാവശ്യം നല്ലൊരു വിസിലിംഗ് സൗണ്ട് ഉണ്ട്. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഈ ട്രയംഫിൻ്റെ വണ്ടികളൊക്കെ പോണ പോലെ ഉണ്ടാവും. അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ വണ്ടിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. എനിക്കിപ്പോൾ മഴക്കാലത്ത് വലിയ കാര്യമായിട്ട് എനിക്ക് അറിയണില്ല. പക്ഷെ എനിക്ക് നമ്മൾ ആ വേനൽക്കാലത്തൊക്കെ അത്യാവശ്യം നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ മോട്ട്യൂളിൻ്റെ ഫുള്ളി സിന്തറ്റിക് ആക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വ്യത്യാസമുണ്ട്. ഹീറ്റിംഗ് കുറഞ്ഞു. പിന്നെ വണ്ടീൻ്റെ ആ സ്മൂത്ത്നെസ് കൂടി, വൈബ്രേഷൻസ് കുറയും, അത്യാവശ്യം നല്ല രീതിക്ക് കുറയും. ഫുഡ് പാക്കിലുള്ള വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ കുറയും. അപ്പോൾ മോട്ട്യൂളിൻ്റെ ഫുള്ളി സിന്തറ്റിക് ഒഴിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 200cc അപ്ഗ്രേഡ് ചെയ്ത് വരുന്നവർക്ക് മുതലാവോ ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമിനാർ ഈസി ആയിട്ട് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതേപോലെ അത്ര എക്സ്പെൻസീവ് അല്ല. നമുക്ക് ചെറിയ റേറ്റിന് ഇപ്പോൾ കിട്ടാനുണ്ട്. ഒരു ഡ്യൂക്ക് 200 ഒക്കെ എടുക്കണം. ആ റേറ്റിനൊക്കെ നമുക്ക് ഈ ഒരു 400cc കിട്ടും. 1 lakhന് താഴെയൊക്കെ നമുക്ക് കിട്ടാനുണ്ട് ഡൊമിനാർ. പിന്നെ ഇതിൽ മെയിനായിട്ട് മെയിൻ്റനൻസ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് വണ്ടി സർവീസും കാര്യങ്ങളും ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻസ് വളരെ കുറവാണ് ഡൊമിനാറിന്. BS6 ഡൊമിനാർ UGക്കാണ് കുറച്ച് കംപ്ലയിൻസ് കാര്യങ്ങളെല്ലാവരും പറയണേ. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 10,000 കിലോമീറ്ററിലൊക്കെ ഹെഡ് വീക്കായിട്ടുള്ള ഇഷ്യൂ ഒക്കെ പറയണായിരുന്നു. പക്ഷെ എനിക്ക് BS4 ഡൊമിനാർ അങ്ങനെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ BS4ലേക്ക് പോകാൻ കാരണം.
നമുക്ക് അത്യാവശ്യം ആവശ്യത്തിന് ടോപ്പ് എൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 160+ ഒക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഇതന്നെ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എടുത്താണ്. ഇതിൽ പിന്നെ മറ്റേ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല അവിടെ. അത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ് ഇവിടെ ഒരു മിസ്സിങ് ഉള്ളത്. ഇവിടെ വാണിംഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരിക. വേറെ ഫീച്ചേഴ്സ് പറയാനൊന്നുമില്ല. ഇപ്പോൾ മീറ്റർ ആണെങ്കിൽ കൂടി ബേസിക് ആണ്. ട്രിപ്പ് 1 ട്രിപ്പ് 2 പിന്നെ ഓടോ, അത് മാത്രമേ ഉള്ളൂ. വേറെ ടൈം, ഫ്യൂവല്, RPM അത് മാത്രമാണ് ഇപ്പോൾ ഇതിലുള്ളൂ. വേറെ സെപ്പറേറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. BS6-ലാവുമ്പോൾ നമുക്ക് ഇതിലേക്കും ഗിയർ പൊസിഷൻ്റെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഡൈനാമിക് ഫ്യൂവൽ കൺസപ്ഷൻ, അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുള്ള മൈലേജ് കാണിക്കും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ മിസ്സിങ് ആയിട്ടുള്ളത്. പക്ഷെ എനിക്കത് വേണമെന്നില്ല. എനിക്ക് ഡൊമിനാർ പണ്ട് തൊട്ടേ ഒരു ആഗ്രഹമുള്ള വണ്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ക്രേസിൽ ഞാൻ എടുത്താണിത്. പിന്നെ ഇതിൽ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. നോൺ ABS വണ്ടിയുണ്ട് ഡൊമിനാറിൻ്റെ. 2017 മോഡലിൽ നോൺ ABS ആയിട്ട് വരുന്ന വണ്ടിയുണ്ട്. പക്ഷെ ഞാൻ നോൺ ABS എടുക്കാൻ ആരെയും പ്രേരിപ്പിക്കില്ല. കാരണം ഇതിൻ്റെ പവറിനെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിങ് സത്യം പറഞ്ഞാൽ ഇതിനില്ല. ബാക്ക് ബ്രേക്കൊക്കെ കുറച്ച് ഷോക്കാണ്. പിടിച്ചു കഴിഞ്ഞാൽ അത്ര അഗ്രസീവായിട്ട് അങ്ങോട്ട് ബൈറ്റ് കിട്ടില്ല. ഫ്രണ്ട് ബ്രേക്ക് ഓക്കെയാണ്, ബാക്ക് ബ്രേക്ക് കുറച്ച് ഷോക്കാണ്. അപ്പോൾ നോൺ ABSും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കയ്യിൽ നിൽക്കില്ല. ഈ ABS എന്തായാലും വേണം. ഞാനിപ്പോൾ ABS ഉള്ളതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസിലാണ് ഇതിലിപ്പോൾ സ്പീഡിലൊക്കെ പോണേ. ഇല്ലെങ്കിൽ നമുക്ക് മഴയത്തായാലും ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ മാക്സിമം എല്ലാവരും ABS വണ്ടി മാത്രം എടുക്കാൻ ശ്രമിക്കുക. നോൺ ABS എടുക്കണ്ട, സിംഗിൾ ചാനലും എടുക്കണ്ട, ഡുവൽ ചാനലെങ്കിലും എടുക്കുക. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റ്സ് പറയാൻ ഒന്നുമില്ല. നമുക്കിപ്പോൾ ഒരു 200cc മെയിൻറ്റെയിൻ ചെയ്യണ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ 200 ഒരു KTM ഡ്യൂക്ക് 250ൻ്റെ മെയിൻ്റെനൻസ് ആണ് നമുക്ക് ഈ ഒരു 400cc വരുന്നുള്ളൂ. ഓയിൽ ചേഞ്ച് ഒരു 6000 കിലോമീറ്റർ ഒക്കെയാണ് പറയണത്. ഞാൻ ഒരു 5000 മാറ്റും. 5000 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ തന്നെ ഓയിൽ മാറ്റും. അതിനിപ്പോൾ ഏകദേശം ഒരു 1500 രൂപേൻ്റെ താഴെയാണ് ഓയിലിന് റേറ്റ് വരുന്നത്. 1700 1800 അങ്ങനെ എന്തോ മറ്റാണോ കപ്പാസിറ്റി വരുന്നത്, ഓയിൽ കപ്പാസിറ്റി. അപ്പോൾ അതിന് ആ ഒരു റേറ്റാണ് വരുന്നത്. പിന്നെ വേറെ ഇപ്പോൾ എനിക്കിപ്പോൾ വേറെ പണിയൊന്നും കിട്ടിയിട്ടില്ല. ഒരു 5-6 മാസമായിട്ട് എനിക്ക് വേറെ പണി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണോണ്ട് വേറെ ചെയിനിൻ്റെ സൈഡിൽ നിന്നായാലും വേറെ ഇഷ്യൂസൊന്നും കിട്ടിയിട്ടില്ല. ചെയിന് കറക്റ്റായിട്ട് ലൂബ് ചെയ്യുക, ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യുക. ചെയിന് അത്യാവശ്യം ഹെവിയാണ് ഇതിൻ്റെ. അപ്പോൾ നോയ്സ് കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് ഡർട്ടൊക്കെ കളഞ്ഞ് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൽ USD ഫോർക്ക് വരുന്നില്ല UGൻ്റെ പോലെ. പക്ഷേ USD ഫോർക്കിനെ വെച്ച് മെയിൻ്റെനൻസ് കുറവ് ഇതാണ്. നമുക്ക് ഓയിൽ സീലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ USD ഫോർക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ്. USD ഫോർക്ക് കയറ്റാനൊരു പ്ലാൻ ഉണ്ട് എനിക്ക്. കുറച്ചും കൂടി ഒരു ബൾക്കി ആയിട്ടുള്ള ലുക്ക് ആവും ഫ്രണ്ടിൽ നിന്ന്. ഇതിപ്പോൾ ചെറിയൊരു ഫോർക്ക് പോലെയുണ്ട്. ഇത് കംഫേർട്ട് ഉണ്ട് നമുക്ക്, പക്ഷേ ആക്ഷൻ കുറവാണ്. നമ്മൾ വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് അത്യാവശ്യം ലോവർ ആവും. അതാണ് സീൻ. USD ഫോർക്ക് ആകുമ്പോൾ നമ്മൾ സ്പീഡിൽ പോയിട്ടൊരു വലിയൊരു ഗട്ടറൊക്കെ ചാടിയാലും വലിയ സീൻ ഉണ്ടാവില്ല. പിന്നെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അണ്ടർ ബെല്ലിലൊരു റെഡ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് കാണാൻ പറ്റുമായിരിക്കും. അത് എൻ്റെ ഒരു ഫ്രണ്ട് സെറ്റ് ചെയ്ത് തന്നാണ്. അപ്പോൾ നൈറ്റ് കാണാൻ നല്ല രസമാണ്. അതിൽ ഫ്ലാഷറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാൻ. എൻ്റെ 200cc എനിക്ക് ഇതിലേക്ക് വന്നപ്പോൾ ആകെ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ടുള്ള ആകെ ഇതിൻ്റെ മെയിൻ്റെനൻസ് മാത്രമാണ്. മെയിൻ്റെനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെട്രോളിൻ്റെ മെയിൻ്റെനൻസ്. വേറെ കാര്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ഒന്നുമില്ല. പെട്രോളിൻ്റെ മാത്രമാണ് എനിക്ക് അത്യാവശ്യം ഒരു സീനായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു 25 അതിന് മേലേക്ക് അധികം മൈലേജ് എപ്പോഴും കിട്ടില്ല നമുക്ക്. അതാണൊരു സീന്. ലോക്കൽ യൂസിലൊക്കെ വണ്ടിക്ക് ഭയങ്കര ഷോക്കാണ് മൈലേജ്. ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ 15 കിലോമീറ്റർ ആ റേഞ്ചൊക്കെ മൈലേജ് ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ആകെ ഒരു സീനായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ മൈലേജിൻ്റെ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. റൈഡിങ് കംഫേർട്ട് അടിപൊളിയാണ്. ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒന്നാമത്
മറ്റേ റേസർ വെച്ചിട്ടുണ്ട്, ലെജൻഡറി കസ്റ്റംസിൻ്റെ റേസർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കിടിലം പൊസിഷനാണ് ഇരിക്കുമ്പോൾ തന്നെ, ഓടിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇതിൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വലിയൊരു വണ്ടിയിൽ കയറിയിരിക്കണ ഒരു ഫീലാണ്. അതുതന്നെയാണ് ഈ വണ്ടീൻ്റെ ഒരു മെയിൻ കാര്യം. പിന്നെ ഇത് ഓടിച്ച് വരുമ്പോൾ തന്നെ ഭയങ്കര റോഡ് പ്രസൻസാണ്, എല്ലാവരും നോക്കും. വണ്ടീൻ്റെ സൗണ്ടും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റ് എല്ലാം ഭയങ്കര രസമാണ് കാണാൻ. ഈ ഒരു ബൾക്കി ആയിട്ടുള്ള ടാങ്കും വലിയ ഹെഡ്ലൈറ്റ്, പിന്നെ ഈ ഒരു പൊസിഷൻ അടിപൊളിയാണ്. ഈ ബാറിൻ്റെ മിററൊക്കെ വെച്ചപ്പോൾ ഭയങ്കര രസമാണ് നേക്കടായിട്ട് കാണാൻ. ബാറിൻ്റെ മിറർ ഈ ഗ്ലാസ് പൊട്ടിയായിരുന്നു, അപ്പോൾ ഒരെണ്ണത്തെ ഞാനകത്ത് ഉള്ളിലത്തെ ഇളക്കി കളഞ്ഞ് ഈ മറ്റേ ഈ കോൺവെക്സ് ലെൻസ് പോലത്തെ ഈ ചെറിയ ലെൻസ് മാത്രം എടുത്ത് വെച്ചു. ഇതാവുമ്പോൾ അത്യാവശ്യം നമുക്ക് വൈഡായിട്ട് കാണാൻ പറ്റുമല്ല. ഇതിലിപ്പോൾ 13 ലിറ്റർ ടാങ്കാണ് തോന്നുന്നു വരുന്നത്. ഇപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അര ടാങ്കിൽ 150 കിലോമീറ്ററാണ് എനിക്ക് റേഞ്ച് കിട്ടണത്. ഹാഫ് ടാങ്കിൽ എനിക്ക് 150 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ടോട്ടൽ ഒരു 300+ കിലോമീറ്റർ ഓടും വണ്ടി ഫുൾ ടാങ്കിൽ. ഞാൻ പിന്നെ ഒരു കാൽക്കുലേഷൻ നടത്തിയപ്പോൾ മൈലേജ് എനിക്ക് കിട്ടിയത് 25ൻ്റെ താഴെയാണ്. അപ്പോൾ ഞാൻ 5000 കിലോമീറ്റർ ഓടാൻ വണ്ടിക്ക് അടിച്ച പെട്രോളിൻ്റെ കണക്കൊക്കെ നോക്കിയപ്പോൾ 5000 കിലോമീറ്റർ ഓടാൻ 23,000 രൂപേൻ്റെ പെട്രോളാണ് ഞാൻ ഇപ്പോൾ അടിച്ചിരിക്കുന്ന വണ്ടിയിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ് പെട്രോളിൻ്റെ കാര്യത്തിൽ. പിന്നെ ഡൊമിനാറിൻ്റെ 250 എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. 250 അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയണത്. ഒരു 30-35 ഒക്കെ കിട്ടുന്നുണ്ട് പറയുന്നുണ്ട്. ഇതിൽ മൈലേജ് പുതിയ ഡൊമിനാറിൽ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. യു ജിയിൽ അത്യാവശ്യം ഒരു 30 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ മറ്റേ യു ജി അല്ലാത്ത പ്രീ യു ജിയിലാണ് അത്യാവശ്യം മൈലേജ് കുറവുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് വണ്ടീൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയറും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഞാനിപ്പോൾ ഒന്നും കൂടി പൊടി തട്ടി എടുത്താണ് അക്കൗണ്ട്. എവിടെ എത്തുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. എന്തായാലും ഇതേപോലത്തെ വണ്ടീൻ്റെ കണ്ടൻസും ട്രാവൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇനി എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ വണ്ടീൻ്റെ മൈലേജ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.